+1 കെമിസ്ട്രിയിൽ 2008 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസീൻ ആൻഡ് നൈട്രേറ്റിക് മിക്സർ. ബെൻസീനും നൈട്രേറ്റിക് മിക്സറും തമ്മിലുള്ള റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. പ്രോഡക്റ്റ് നമ്മൾ എഴുതണം. ഇനി വാട്ട് ഈസ് ദി റിയാക്ടിങ് സ്പീഷീസ് ഇൻ ദി എബവ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്ടിങ് സ്പീഷീസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി സി പാർട്ട് എന്താണ്? ഹൗ ഈസ് ദി സ്പീഷീസ് ഫോംഡ് ഇൻ ദി സിസ്റ്റം? ഈ റിയാക്ടിങ് സ്പീഷീസ് ഇവിടെ ഉണ്ടാകുന്നത് എങ്ങനെ? അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബെൻസീനും നൈട്രേറ്റ് മിക്സറും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ നൈട്രേഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്? ബെൻസീൻ. നൈട്രേറ്റ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറാണ് നൈട്രേറ്റ് മിക്സർ. അപ്പോൾ നൈട്രേറ്റ് മിക്സറുമായിട്ട് ബെൻസീൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നൈട്രേഷൻ നടന്ന് നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടും. ബെൻസീൻ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ NO2 ഗ്രൂപ്പ് വരും. ഇതിനെയാണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ റിയാക്ടിങ് സ്പീഷീസ് എന്ന് പറയുന്നത് നൈട്രോണിയം അയോണാണ്, NO2+. ഇനി ഇതിവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിലെടുത്തിരിക്കുന്ന ഈ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+നെ നൈട്രിക് ആസിഡിന് കൊടുക്കും. എന്നിട്ട് ആ നൈട്രിക് ആസിഡിൽ നിന്ന് ജലം 1 മോളിക്യൂൾ ഓഫ് വാട്ടർ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NO2+ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സാധനത്തിനെയാണ് നൈട്രോണിയം അയോൺ എന്ന് പറയുന്നത്. ഇതാണ് അതിൽ റിയാക്ടിങ് സ്പീഷീസ്.